കഴിഞ്ഞ 2 ദിവസം മുമ്പ് മേടിച്ചായിരുന്നേ ചിക്കൻ സോസേജ്. ഇപ്പൊ വൈകുന്നേരം ബർഗർ ഉണ്ടാക്കാനുണ്ട് ഇവന്മാര് പറഞ്ഞു. ഞാനത് മറന്നു പോയിരുന്നു, ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു. 3 തക്കാളി എടുത്തോട്ട് ഇതിനകത്ത് തക്കാളി ഉള്ളു വെജിറ്റബിളായിട്ട് വെക്കാനുണ്ട്. അപ്പൊ ഇതാദ്യം നമുക്ക് ഇതൊന്ന് പാനി വെക്കാം. എന്നിട്ട് ഇതിനെ എണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നേ. ഗ്യാസ് ഓണാക്കി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. കൂടുതലാണോ എന്നൊരു ഡൗട്ട്. അവനൊന്ന് ചൂടായെങ്കിൽ വരട്ടെ. ഇനി നമുക്ക് ഓരോന്നങ്ങോട്ട് ചൂടായിട്ടുണ്ട്. പാത്രം ഇച്ചിരി ചെറുതാണ് തോന്നുന്നു. വലിയ പാലുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. അതിനൊന്ന് മറിച്ചിടാം നമുക്ക്. പോവാ ബ്രൗൺ കോളെ ആയി വരുന്നുണ്ട് ബ്രൗൺ. കളിയും കൂടെ എടുക്കുന്നുണ്ട്. ഇവനും കൂടെ അങ്ങോട്ട് ബർഗറിനകത്ത് ഇവനെയും കൂടെ അങ്ങോട്ട് തട്ടാം. ഒരു ബ്രൗൺ ആയ ഇത് എടുക്കുക. അപ്പൊ ഇതെടുത്ത് ക്യാമറമാൻ്റെ ദേഹത്ത് എണ്ണ വരുന്നത്. ക്യാമറമാൻ മുന്നിട്ട് വിളിച്ചു. അപ്പോൾ ഇത് ഏകദേശമായി നമുക്ക് എടുക്കാം നേരം പ്ലേറ്റോട്ട്. കിട്ടുന്നില്ലല്ലോ. ഞങ്ങളിത്തരം 6 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഞങ്ങൾ ആ എണ്ണയ്ക്കകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം ഇതേ. നമ്മൾ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല. നമ്മൾ അതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 എണ്ണം ചേർക്കുന്നത്. സോസേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞങ്ങളുടെ ഈവനിങ് സ്നാക്സ് റെഡിയായ ഇതാണ് ബർഗർ. ഇന്നത്തെ ചിക്കൻ സോസേജും കൊണ്ടുണ്ടാക്കിയാണ് ബർഗർ. അപ്പം ടേസ്റ്റ് ചെയ്യാൻ പോകണേ. 6 എണ്ണമാണ് ടേസ്റ്റ് ചെയ്യാൻ.
അർണവ് ഏതെടുത്ത് ടേസ്റ്റ്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ടേസ്റ്റ് ഉണ്ടോ? ആ ഓക്കെ. അപ്പോൾ ഒരു ബായ് പറഞ്ഞേക്കില്ല ആട്. അപ്പം ഞാനും കൂടെ ഒരെണ്ണം എടുക്കാൻ പോണേ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ? നിങ്ങൾ കഴിച്ചില്ലേ? എന്നാൽ കഴിക്കാൻ പോവാ. ആയിഷേ പാ എടുത്തോ. കുഴപ്പമില്ല കേട്ടോ, നല്ല ചൂടോട് കൂടിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.